ഹലോ ഗൈസ്, ഇന്നൊരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരു വട്ടം ട്രൈ ചെയ്താൽ നിങ്ങൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് അവിൽ കുറച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒന്ന് രണ്ട് ഇളക്കുമ്പോൾ തന്നെ അതൊന്ന് ചൂടായി കിട്ടും. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 3 പേർക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് നമ്മൾ പഴമാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 4 പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുരു കളഞ്ഞ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. അതും ഒരു 4-5 ഡേറ്റ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചില്ലേ ബദാമും പിസ്തയും, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ആ ടൈമിൽ നമ്മളൊരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് ഈ മിക്സ് 1 സ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തില്ലേ, ആ അവൽ നമ്മളൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന പിസ്തയും ബദാമും അത് മുകളിൽ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.